അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അവർക്ക് ആവശ്യമുള്ളതുമായ കുറേ സംഗതികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അതൊക്കെയും ഏകനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ഔദാര്യവുമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്നാണ് ഇതുവരെ പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് പ്രബോധനം ചെയ്തതും ഇതുതന്നെയാണ്. നിങ്ങൾ ആരാധിക്കുന്ന ബഹുദൈവങ്ങളൊന്നും ഈ എണ്ണിപ്പറഞ്ഞതോ അല്ലാത്തതോ ആയ ഒരു വസ്തുവും ഉണ്ടാക്കാനോ നിയന്ത്രിക്കാനോ കഴിവില്ലാത്തവയാണ് എന്നല്ല, ഒന്നിനും കഴിവില്ലാത്തവയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുദൈവ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചത്. എന്നിട്ടും പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാതെ ബഹുദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുകയാണ് അവർ ചെയ്യുന്നതെങ്കിൽ നബിയെ, താങ്കൾ അവരെ അവഗണിക്കുക, അവർക്ക് ഉത്ബോധനം എത്തിക്കുക എന്ന ദൗത്യം മാത്രമേ താങ്കൾക്കുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ അവരോട് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞ ശേഷം അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നത് അതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷമാണ്. അതുകൊണ്ട് അവരൊക്കെയും നന്ദി കെട്ടവർ തന്നെയാണ് എന്ന് പഠിക്കുന്ന 82, 83 ആയത്തുകളിൽ ഇക്കാര്യങ്ങളാണ് പറയുന്നത്. ഫഇൻ തവല്ലോ, ഇനിയും അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, അവൻ്റെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, അതുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം എന്ന് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിച്ച ശേഷവും അവർ അത് അംഗീകരിക്കാൻ തയ്യാറാവാതെ ബഹുദൈവാരാധനയിൽ തന്നെ തുടരുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ പറയുന്നില്ല. പക്ഷേ തുടർന്ന് പറയുന്നതിൽ നിന്നും അത് വ്യക്തമാണ്. അതായത് താങ്കൾ അപ്പോൾ അവരെ അവഗണിക്കുക, അവരുടെ പിന്നാലെ പോയി അവരെ സത്യവിശ്വാസത്തിലേക്ക് പിടിച്ചു വലിച്ച് കൊണ്ടുവരേണ്ട ജോലിയൊന്നും താങ്കൾക്കില്ല. ഫഇന്നമാ അലൈക്കൽ ബലാഉൽ മുബീൻ, സുവ്യക്തമായ സന്ദേശം എത്തിച്ചു കൊടുക്കുക മാത്രമാകുന്നു താങ്കളുടെ ചുമതല. വിശ്വസിക്കണമോ തിരസ്കരിക്കണമോ എന്നതൊക്കെ ജനങ്ങൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്. താങ്കളുടെ ഉത്തരവാദിത്തം ശരിയായി നിർവഹിക്കുക. അതായത് അള്ളാഹുവിൻ്റെ ശാസനകളും കൽപ്പനകളും അടങ്ങുന്ന അള്ളാഹുവിൻ്റെ സന്ദേശം വ്യക്തമായി അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ താങ്കളുടെ ബാധ്യത അവസാനിച്ചിരിക്കുന്നു. യഅരിഫൂന നിഅമത്തല്ലാഹി, അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ എണ്ണിപ്പറഞ്ഞതും അല്ലാത്തതുമായ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ് എന്ന് അവർ അറിയുന്നു. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ മാത്രമാണ് എന്ന് അവർ അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. സുമ്മ യുൻകിറൂനഹ, പിന്നെയാണ് അവർ അതിനെ നിഷേധിക്കുന്നത്. എന്നിട്ടും അങ്ങനെ മനസ്സിലാക്കിയിട്ടും അവരതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കറിയാം അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങൾക്കൊന്നും ഈ അനുഗ്രഹങ്ങൾ തരാൻ കഴിയില്ല എന്ന്. എന്നിട്ടും അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഈ ദൈവങ്ങളിലേക്ക് ചേർത്ത് പറയുകയും അവയെ ആരാധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിനവർ കണ്ടെത്തുന്ന കാരണങ്ങൾ, ഒന്ന്, മുൻഗാമികളൊക്കെ അങ്ങനെയാണല്ലോ ചെയ്തത്, പിന്നെ നമ്മൾ എന്തിനു മാറണം. 2, ഇപ്പോൾ സമൂഹത്തിൽ നമുക്കൊക്കെ നേതാക്കളും മേലധികാരികളും സമ്പത്തുള്ളവരും എന്ന കുറേ സ്ഥാനമാനങ്ങളുണ്ട്. ഏകദൈവ വിശ്വാസത്തിലേക്ക് പോയാൽ അങ്ങനെയുള്ള ഭൗതികമായ സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടും എന്ന അർത്ഥത്തിൽ സ്ഥാനമാനങ്ങൾ നിലനിർത്തുക എന്ന ഭൗതികമായ താല്പര്യവും അവർക്കുണ്ടായിരുന്നു. വഅക്സറുഹുമുൽ കാഫിറൂൻ, അവർ അധികവും നിഷേധികളാണ്. ഇവിടെ നിഷേധികൾ എന്നത് നന്ദി കെട്ടവർ എന്ന അർത്ഥത്തിലാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ദൈവങ്ങളിലേക്ക് ചേർത്ത് പറയുന്നത് തന്നെയാണ് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ നന്ദികേട്. ശരിയായ തൗഹീദാണ് ഈ ആയത്തുകളിലൂടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് അള്ളാഹു അല്ലാത്തവരിലേക്ക് അള്ളാഹു മാത്രം നൽകിയ അനുഗ്രഹങ്ങൾ ചേർത്ത് പറയുന്നത് വലിയ നന്ദികേടാണ്. നമ്മളൊക്കെ തന്നെയും ചില മനുഷ്യരെ കാണാറുണ്ട്, കച്ചവടത്തിൽ നല്ല പണം സമ്പാദിച്ചവർ. ചിലപ്പോഴെങ്കിലും അവർ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാറുണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ നേടിയതാണ് ഇതൊക്കെയെന്ന്. എന്നാൽ ആരാണ് ഈ സാമർഥ്യവും ധനവും കഴിവുമൊക്കെ യഥാർത്ഥത്തിൽ നൽകിയത് എന്ന കാര്യം തൽക്കാലത്തേക്കെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ അവർ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ തൻ്റെ കഴിവിലേക്ക് ചേർത്ത് പറയുകയാണ് അവർ ചെയ്യുന്നത്. അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. പാരമ്പര്യമായി കിട്ടിയ സമ്പത്തിൽ ഊറ്റം കൊള്ളുന്ന ചില മനുഷ്യർ തങ്ങൾ പഴയ കാലം തൊട്ടേ വലിയ സമ്പന്നരും തറവാടികളുമാണെന്നും
തങ്ങളുടെ പൂർവികന്മാരുടെ സാമർഥ്യം കൊണ്ടാണ് ഇതൊക്കെ നേടിയത് എന്നും അവകാശപ്പെടുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തങ്ങളുടെ പൂർവികന്മാരിലേക്ക് ചേർത്ത് പറയുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ ശക്തിയെയും കഴിവിനെയും മറ്റുള്ളവരിലേക്ക് ചേർത്ത് പറയുന്നവർ നന്ദി കെട്ടവരാണ്. അക്സറുഹും, അവർ അധികവും എന്ന് ഇവിടെ പറയുന്നത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത് പറയുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഈ സൂറത്തിന് നിഅം, അനുഗ്രഹങ്ങൾ പ്രതിപാദിക്കുന്ന സൂറത്ത് എന്ന ഒരു പേരും കൂടിയുണ്ട് എന്ന് പലപ്പോഴും നാം പറഞ്ഞതാണ്. അപ്പോൾ ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മറ്റുള്ളവരിലേക്ക് ചേർത്ത് പറയുന്നതിലെ വിവരക്കേടും നന്ദികേടും വ്യക്തമാക്കുന്നു എന്നതാണ്. ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ നന്ദികേട് കാണിക്കുന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പരലോക ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അത് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.